അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 തജ്വീദുൽ ഖുർആൻ ആനുവൽ എക്സാം റിവിഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തജ്വീദുൽ ഖുർആനും തസ്കിയയും ഒരു പേപ്പറിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുക. അപ്പോൾ ഇത് തജ്വീദുൽ ഖുർആനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ഇതിൽ മുഴുവനായിട്ട് നമ്മൾ തജ്വീദുൽ ഖുർആനിലെ ക്വസ്റ്റ്യനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ശരി ഉത്തരത്തിന് നേരെ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. ഓപ്ഷൻസ്: ജീമ് ഷീന്, വാവ് മീമ്, റൈന് ഹാ. ശരി ഉത്തരം റൈന് ഹാ. 2. നാവിന്റെ മുരടും അണ്ണാക്കുമാണ് മഹ്റജ്. ഓപ്ഷൻസ്: ഖാഫ്, കാഫ്, സ്വാദ്. ശരി ഉത്തരം ഒന്നാമത്തെ ഓപ്ഷൻ ഖാഫ്. 3. വെള്ളിയാഴ്ച രാവും പകലും ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത്. ഓപ്ഷൻസ്: യാസീൻ, അൽ വാഖിയ, അൽ കഹ്ഫ്. ശരി ഉത്തരം അൽ കഹ്ഫ്. 4. കൂടുതൽ പുണ്യം ലഭിക്കുന്ന ഖുർആൻ പാരായണ രീതി. ഓപ്ഷൻസ്: തർത്തീൽ, ഹദർ, തദ്വീർ. ശരി ഉത്തരം തർത്തീൽ. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി കയ്യിൽ ഊതി രാത്രി ദേഹമാസകലം തടവാറുണ്ടായിരുന്നു. ഓപ്ഷൻസ്: ഉറങ്ങുന്നതിന് മുമ്പ്, ഉറങ്ങിയ ശേഷം, ഉണർന്ന ശേഷം. ശരി ഉത്തരം ഉറങ്ങുന്നതിന് മുമ്പ്. 6. മദ്ദുൽ അസ്ലിയിനെ നീട്ടൽ വാജിബാണ്. ഓപ്ഷൻസ്: ഒരു ഹറക്കത്തിനേക്കാൾ, 3 അലിഫിനേക്കാൾ, 1 അലിഫിനേക്കാൾ. ശരി ഉത്തരം 1 ഹറക്കത്തിനേക്കാൾ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. ഇവിടെ നമുക്ക് ഒരു ഭാഗത്ത് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും വിധികളും അപ്പുറത്ത് അതിന് യോജിച്ച ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ ആ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. നോക്കൂ. 7. ഇദ്ഗാമും ബിലാ ഗുന്ന. 8. ഇഖ്ലാബ്. 9. ഇൽഹാർ. 10. ഇഖ്ഫാ. 11. ഇദ്ഗാമും ബിഗുന്ന. ഇപ്പുറത്ത് നോക്കൂ ഉദാഹരണങ്ങള്. എ. ഫൗസൻ ഗലീമ. ബി. ഫളലും മിനല്ലാ. സി. കഅല്ലം. ഡി. തക്കും ബൈനക്കും. ഇ. കുൻതുമാഹും. ഓരോന്നിനും യോജിച്ച ഓപ്ഷൻ ലെറ്റർ നമ്മൾ എടുത്തെഴുതാം. നോക്കൂ. ഇദ്ഗാമും ബിലാ ഗുന്ന. അതിന് ശരിയായത് സി, കഅല്ലം. 8. ഇഖ്ലാബ്. അതിന് ശരിയായത് ഡി, തക്കും ബൈനക്കും. 9. ഇൽഹാർ. അതിന് ശരിയായത് എ, ഫൗസൻ ഗലീമ. 10. ഇഖ്ഫാ. അതിന് ശരിയായത് ഇ, കുൻതുമാഹും. 11. ഇദ്ഗാമും ബിഗുന്ന. അതിന് ശരിയായത് ബി, ഫളലും മിനല്ലാ. അപ്പം നിങ്ങൾ ഈ പ്രവർത്തനമൊക്കെ തെറ്റാതെ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നന്നായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. മദ്ദുൽ ഗാരില് ഡേഷ് വരെ നീട്ടലാണ് നല്ലത്. അവിടെ പൂരിപ്പിക്കേണ്ടത് 3 അലിഫ്. മദ്ദുൽ ഗാരില് 3 അലിഫ് വരെ നീട്ടലാണ് നല്ലത്. 13. നാവിന്റെ അറ്റവും മേലെ അണപ്പല്ലുകളുമാണ് ഡേഷിന്റെ മഹ്റജ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ലാദ്. നാവിന്റെ അറ്റവും മേലെ അണപ്പല്ലുകളുമാണ് ലാദിന്റെ മഹ്റജ്. 14. മിൻ ഖബൽ എന്നതിൽ സാക്കിനായ നൂനിനെ ഡേഷ് ചെയ്ത് ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇഖ്ഫാ. മിൻ ഖബൽ എന്നതിൽ സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്ത് ഓതണം. 15. റമളാൻ ആഗതമായാൽ ഡേഷ് കവാടങ്ങൾ തുറക്കപ്പെടും. അവിടെ പൂരിപ്പിക്കേണ്ടത് സ്വർഗ. റമളാൻ ആഗതമായാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. 16. നാവിന്റെ അറ്റവും ഡേഷുകളുടെ ഇടയുമാണ് സ്വാദിന്റെ മഹ്റജ്. അവിടെ പൂരിപ്പിക്കേണ്ടത് മുൻപല്ലുകളുടെ. നാവിന്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയുമാണ് സ്വാദിന്റെ മഹ്റജ്. 17. വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത് ഡേഷ് മാസത്തിലാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് റമളാൻ. വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത് റമളാൻ മാസത്തിലാണ്. ഇനി നോക്കൂ അടുത്ത പ്രവർത്തനം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. നാവിന്റെ മുരടും അണ്ണാക്കും ഏതക്ഷരത്തിന്റെ മഹ്റജാണ്? ഉത്തരം ഖാഫ്. 19. തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് കാറ്റോടുകൂടി തഫ്ഹീമായി ഉച്ചരിക്കേണ്ട അക്ഷരമേത്? ഉത്തരം ഹാ. 20. മധ്യനിലയിലുള്ള ഖുർആൻ പാരായണത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ഹദർ. 21. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്ര? ഉത്തരം 6.
22. അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനത്തിന് പറയുന്ന പേര്. ഉത്തരം മഹ്റജ്. 23. മദ്ദുൽ വാജിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മദ്. ഉത്തരം മദ്ദുൽ മുത്തസിൽ. അടുത്ത പ്രവർത്തനം നോക്കൂ. ഉത്തരം എഴുതുക. 24. ഇൽഹാർ എന്നാൽ എന്ത്? ഉത്തരം സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ഹംസ, ഹാ, ഹാ, ഐന്, ഹാ, ഐൻ എന്നീ 6 ഹർഫുകളിൽ ഒന്ന് വന്നാൽ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. 25. മദ്ദുൽ ഗാരിദ് എന്നാൽ എന്ത്? ഉത്തരം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ഗാരിദ് എന്ന് പറയുന്നത്. 26. തിലാവത്തിന്റെ സുജൂദിൽ എന്ത് ചൊല്ലണം? ഉത്തരം സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 27. അറബിയിൽ പുള്ളിയില്ലാത്ത എത്ര അക്ഷരങ്ങളുണ്ട്? ഉത്തരം 15. 28. മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്ത്? ഉത്തരം മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ മുത്തസിൽ എന്ന് പറയുന്നത്. 29. ലീനക്ഷരങ്ങൾ ഏവ? ഉത്തരം ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്, യാ എന്നീ അക്ഷരങ്ങളാണ് ലീനക്ഷരങ്ങൾ. 30. മുതജാനിസാനി എന്നാൽ എന്ത്? ഉത്തരം ഒരേ മഹ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്കാണ് മുതജാനിസാനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.